നരേന്ദ്രമോദി മൂന്നാം ഊഴം പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുകയാണ്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം പ്രധാനമന്ത്രി പദത്തിൽ ഹാട്രിക് എന്ന നേട്ടവും സ്വന്തമാക്കിയാണ് ഇത്തവണത്തെ വരവ്. കഴിഞ്ഞ 2 ടേമിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്ന BJPക്ക് പക്ഷേ ഇക്കുറി 245 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. കേവല ഭൂരിപക്ഷത്തിന് 32 സീറ്റിന്റെ കുറവ്. സഖ്യകക്ഷികളുടെ പിന്തുണയോടെ മോദി അധികാരത്തിലേറുമ്പോൾ പരിചയമില്ലാത്ത വഴികളിലൂടെയാകും മോദി എന്ന പ്രധാനമന്ത്രിക്ക് സഞ്ചരിക്കേണ്ടി വരിക. ഒറ്റയ്ക്ക് പല നിർണായക തീരുമാനങ്ങളും എടുത്ത പഴയ രീതി ഇനി നടപ്പാകില്ല. TDP, JDU ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ നിലപാട് കണക്കിലെടുക്കേണ്ടി വരും. അങ്ങനെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം വാനോളം ഉയർത്തിയാകും മോദി 3.0യുടെ ഉദയം. ആരൊക്കെയാകും നിയുക്ത മന്ത്രിമാർ? കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, ഒപ്പം മുൻ മന്ത്രിസഭയിലെ പ്രധാനികൾ, പുതിയ പ്രതിനിധികൾ, സഖ്യകക്ഷി പ്രതിനിധികൾ, അങ്ങനെ ഇതിനോടകം പുറത്തുവന്ന പേരുകാർ ആരൊക്കെ? ആദ്യഘട്ട സത്യപ്രതിജ്ഞയിൽ ആരൊക്കെ മോദിക്കൊപ്പം ചുമതലയേൽക്കും? വകുപ്പുകൾ ഏതൊക്കെ? സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ എന്തെല്ലാം? വിദേശ നേതാക്കൾ, പ്രതിപക്ഷത്ത് നിന്നുള്ളവർ ആരൊക്കെ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തും? മോദി 3.0 ലോഡിംഗിന് ഇനി 3 മണിക്കൂർ 15 മിനിറ്റ് മാത്രം ബാക്കി. മുഴുവൻ വിശദാംശങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇന്നത്തെ ന്യൂസ് ഈവനിംഗ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാത്രി 7:15 രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞ. 2ാം മോദി സർക്കാരിലെ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ മന്ത്രിസ്ഥാനത്ത് തുടരും. നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, S. ജയശങ്കർ, അശ്വിനി വൈഷ്ണവ്, ധർമ്മേന്ദ്ര പ്രധാൻ, മൻസുഖ് മാണ്ഡവ്യ, കിരൺ റിജിജു എന്നിവരും മന്ത്രിസ്ഥാനത്ത് തുടരും. TDPയിൽ നിന്ന് രാംമോഹൻ നായിഡുവും പെമ്മസേനി ചന്ദ്രശേഖറുമാണ് മന്ത്രിസഭയിലേക്ക് എത്തുക. ഹിന്ദുസ്ഥാനി അവാം മോർച്ച നേതാവ് ജിതൻ റാം മാഞ്ചിയും LJP നേതാവ് ചിരാഗ് പാസ്വാനും JDS നേതാവ് HD കുമാരസ്വാമിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ആദ്യം നമ്മൾ പോകുന്നത് ഞങ്ങളുടെ പ്രതിനിധി R. രാധാകൃഷ്ണനിലേക്കാണ്. RK, ഇന്നിപ്പോൾ ഒരു ചായ സൽക്കാരം ഉണ്ടായിരുന്നു. അതിൽ ഈ നിയുക്ത മന്ത്രിസഭയിലെ അംഗങ്ങൾ ആരൊക്കെ എന്നതിൻ്റെ ഒരു സൂചന കൂടിയായിരുന്നു ആ ചായ സൽക്കാരം. ഇപ്പോൾ നമുക്ക് പുറത്ത് വരുന്ന സ്ഥിരീകരിക്കാവുന്ന പേരുകാർ ആരൊക്കെയാണ്? അനുജ, വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രി പട്ടികയിൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് മുതിർന്ന മന്ത്രിമാരുടെ കാര്യത്തിൽ അമിത് ഷാ ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് തുടരും. രാജ്നാഥ് സിംഗ് മന്ത്രിസഭയുടെ ഭാഗമായിട്ട് തുടരും. നിർമ്മല സീതാരാമൻ ഇതുവരെ കരുതിയിരുന്നത് നിർമ്മല സീതാരാമൻ ഇത്തവണ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഉണ്ടാകില്ല. അവർ സംഘടനാ ചുമതലകളിലേക്കോ അല്ലെങ്കിൽ അല്പം വിശ്രമം ആവശ്യപ്പെട്ടതുകൊണ്ട് അങ്ങനെയോ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും നിർമ്മല സീതാരാമൻ ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു. ഹർദീപ് സിംഗ് പുരി മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഉണ്ടാകും. ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കമുള്ള ഗജേന്ദ്ര സിംഗ് അടക്കമുള്ള ആളുകൾ ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഉണ്ടാവുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കേരളത്തിന് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രാതിനിധ്യമാണ്. കേരളത്തിന് 2 മന്ത്രി പദവി ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതനുസരിച്ച് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും, കേരളത്തിൽ നിന്നുള്ള ജോർജ് കുര്യനും മന്ത്രിസഭയുടെ ഭാഗമായിട്ട് എത്തുന്നുണ്ട്. ഘടകകക്ഷി മന്ത്രിമാരുടെ കാര്യത്തിൽ TDP ശക്തമായിട്ടുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നതെങ്കിലും അവസാനം അവർ വഴങ്ങിയിരിക്കുന്നു. ഒരു ക്യാബിനറ്റ് മന്ത്രിയും 2 സഹമന്ത്രി പദവും, അതിൽ ഒരെണ്ണം സ്വതന്ത്ര ചുമതലയുള്ളതാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. 2 സഹമന്ത്രി പദവുമായിരിക്കും അവർക്ക് ലഭിക്കുക. JDUവിന്റെ കാര്യത്തിലും ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി പദവിയും ആയിരിക്കും ലഭിക്കുന്നത്. ഈ ഘടകകക്ഷികളിൽ അജിത് പവാറിന്റെ പാർട്ടിക്ക് പ്രാതിനിധ്യം തൽക്കാലം ഉണ്ടാകത്തില്ല എന്നതാണ് അവസ്ഥ. ശിവസേന അടക്കമുള്ള പാർട്ടികൾക്ക് ഒരു സഹമന്ത്രി പദവി അഥവാ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി പദവി ആയിരിക്കും ലഭിക്കുന്നത്. ആകെയുള്ള മന്ത്രിമാരുടെ എണ്ണത്തിൽ 57 പേരുണ്ടാകുമെന്നാണ് ഇന്നലെ വരെ കരുതിയിരുന്നതെങ്കിൽ 62ഓളം പേരുണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആകെയുള്ള മന്ത്രിമാരിൽ ഏതാണ്ട് 12 മുതൽ 15 വരെ ആയിരിക്കും ഈ ഘടകകക്ഷി മന്ത്രിമാരുടെ എണ്ണം. അതിനുശേഷം ഈ മന്ത്രിമാരെ കണ്ട പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ടുള്ള ചില സന്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അത് പ്രവർത്തനം കൃത്യമായിട്ട് വിലയിരുത്തുന്ന വിധത്തിലായിരിക്കും സർക്കാർ മുന്നോട്ട് പോവുക. റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ പ്രവർത്തനത്തെ വിലയിരുത്തുക തുടങ്ങിയിട്ടുള്ള നിരീക്ഷണങ്ങൾ അദ്ദേഹം ഈ മന്ത്രിമാരോട്, ഈ ചായ സൽക്കാരത്തിന് എത്തിയ മന്ത്രിമാരോട് പറഞ്ഞിട്ടുണ്ട്. ഈ വകുപ്പുകളിൽ ഉടൻ തന്നെ അവരുടെ ചുമതല ഏൽക്കണം. വകുപ്പുകളുമായി ബന്ധപ്പെട്ട 100 ദിന കർമ്മപരിപാടികൾ തയ്യാറാക്കണം. ആ കർമ്മപരിപാടികളുടെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തുന്ന വിധത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കേവല ഭൂരിപക്ഷത്തിന്റെ അകമ്പടിയില്ലാതെയാണ് BJP ഈ സർക്കാർ രൂപീകരിക്കാനായിട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ
ബുദ്ധിമുട്ടുകൾ BJP സംബന്ധിച്ച് ഉണ്ട്. ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നരേന്ദ്രമോദി കഴിഞ്ഞ 2 തവണ ഭരിച്ച രീതിയിൽ ഭൂരിപക്ഷത്തോട് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള എതിർപ്പ്, അവിടെ നല്ല സംഖ്യയുണ്ട്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവർക്ക് നല്ല സംഖ്യയുള്ള ഒരു സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള എതിർപ്പ് അത് പാർലമെന്റിന്റെ അകത്തും പുറത്തും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാകണം കേന്ദ്രമന്ത്രിസഭയിലെ പുതിയ അംഗങ്ങൾ എന്ന വിധത്തിലുള്ള സന്ദേശമാണ് നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. 7:15 അദ്ദേഹം ചുമതലയേൽക്കും. 7:15 അദ്ദേഹം ചുമതല ഏൽക്കുന്നതിന് തുടർച്ചയായിട്ട് തന്നെ ഈ മന്ത്രിസഭയിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള അംഗങ്ങളായിട്ടുള്ള നിയുക്ത മന്ത്രിമാർ അവർ ചുമതലയേൽക്കും. ഏതാണ്ട് 45 മിനിറ്റ് മുതൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ചടങ്ങുകൾ പൂർത്തിയാകും എന്നാണ് ഇപ്പോൾ കരുതാനായിട്ട് സാധിക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം രാഷ്ട്രപതി ഈ മന്ത്രിമാർക്ക് ഒരു ചായ സൽക്കാരം നടത്തുന്നുണ്ട്. BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ NDAയുടെ MPമാർക്ക് ചായ സൽക്കാരം നടത്തുന്നുണ്ട്. അതായിരിക്കും ഇന്നത്തെ ഈ കാര്യപരിപാടികൾ. അതിനുശേഷം ഇതിനിടയിലൊരു കേന്ദ്രമന്ത്രിസഭ യോഗം, ഈ സത്യപ്രതിജ്ഞ നടന്നതിന് ശേഷം കേന്ദ്രമന്ത്രിസഭയുടെ ആദ്യ യോഗം നടക്കും. ആ യോഗത്തിൽ ഈ 100 ദിന കർമ്മ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനം, അത് എല്ലാ വകുപ്പുകൾക്കും ബാധകമാക്കുന്ന തീരുമാനം കൈക്കൊള്ളും. വളരെ വേഗത്തിൽ ഈ 100 ദിന കർമ്മ പരിപാടികൾ നടപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ആഭ്യന്തര വകുപ്പ് അമിത്ഷാ തന്നെ കൈകാര്യം ചെയ്യും. നമ്മൾ ആ വകുപ്പുകളിലേക്ക് വരാം. തുടരുക. കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ വരുന്നത് സന്തോഷകരമായ വാർത്തയാണ്. കേരളത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഇതാദ്യമായി താമര ചിഹ്നത്തിൽ BJP ഒരു പ്രതിനിധിയെ ലഭിച്ചിരിക്കുന്നു. BJPക്ക് അത് കേരളത്തിൽ നിന്ന് ഇതാദ്യമായാണ് താമര ചിഹ്നത്തിൽ വിജയിച്ചുകൊണ്ട് ഒരു പ്രതിനിധി പാർലമെന്റിലേക്ക് എത്തുന്നത്. അപ്പോൾ മൂന്നാം മോദി സർക്കാരിൽ കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരുണ്ടാകുമെന്ന വിവരമാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത്. സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിയാകും എന്നുള്ളതായിരുന്നു ആ വിവരം. രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഔദ്യോഗിക ക്ഷണം ലഭിച്ചതോടെ അമ്മയ്ക്കും ഭാര്യയ്ക്കുമൊപ്പം സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. ഉടൻ വസതിയിലെത്താൻ ആവശ്യപ്പെട്ട് നരേന്ദ്രമോദി വിളിച്ചുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായില്ല. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഉള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും അല്പസമയം മുൻപ് നമ്മൾ കണ്ടു. പ്രതികരണത്തിലേക്ക് നമ്മൾ എത്തും. RK തുടരുന്നുണ്ട്. RK നേരത്തെ പറഞ്ഞു വന്നത് ഈ വകുപ്പുകൾ എന്ത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വകുപ്പുകളെ സംബന്ധിച്ച് നേരത്തെയൊക്കെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അതിൽ പ്രധാനികൾ മുൻപ് വഹിച്ചിരുന്ന അതേ വകുപ്പുകൾ തന്നെ അതിൽ തന്നെ തുടരുമെന്ന തരത്തിലേക്ക്, പ്രത്യേകിച്ച് അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ അവരൊക്കെ ആ വകുപ്പുകൾ രണ്ടാമനെന്ന തരത്തിലേക്ക് തന്നെ തുടരും എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ ആ തരത്തിലേക്ക് നമുക്ക് കൂടുതൽ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിന് ലഭിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നതിലൊക്കെ എന്തെങ്കിലും നമുക്ക് വാർത്തകൾ നൽകാറായോ? അനുജ, കഴിഞ്ഞ തവണയും കേന്ദ്രമന്ത്രിസഭയിൽ രണ്ടാമൻ അമിത്ഷാ ആയിരുന്നില്ല, രണ്ടാമൻ രാജ്നാഥ് സിംഗ് ആയിരുന്നു. രാജ്നാഥ് സിംഗിന് ആയിരുന്നു മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന രീതിയിൽ പരിഗണിച്ചു വന്നത്. അമിത്ഷാ ആഭ്യന്തര വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഇത്തവണയും അദ്ദേഹം ആഭ്യന്തര വകുപ്പ് തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. ധനവകുപ്പിന്റെ കാര്യത്തിൽ നേരത്തെ ചില ആലോചനകൾ നടന്നിരുന്നു. അത് അമിതാഭ് കാന്തിനെ അടക്കം പരിഗണിച്ചുകൊണ്ടായിരുന്നു ആ ആലോചനകൾ നടന്നത്. പക്ഷേ അവസാനം നിർമ്മല സീതാരാമനിലേക്ക് തന്നെ ആ പേര് വീണ്ടും എത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മല സീതാരാമൻ ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും ലഭ്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വിദേശകാര്യത്തിന്റെ കാര്യത്തിൽ S ജയശങ്കർ, അദ്ദേഹം മന്ത്രി എന്ന രീതിയിൽ വളരെ സ്തുത്യർഹമായിട്ടുള്ള പേര് അദ്ദേഹത്തിന്റെ ഈ വിദേശകാര്യമന്ത്രി എന്ന രീതിയിൽ നേടിയെടുത്തതാണ്. അദ്ദേഹം ആ വകുപ്പിൽ തന്നെ തുടരും. പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളെ അതത് വകുപ്പുകളിൽ തന്നെ നിലനിർത്തി കൂടുതൽ ആ വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ തന്ത്രമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കൃഷി അടക്കമുള്ള വകുപ്പുകളുടെ കാര്യത്തിൽ ഇക്കാര്യത്തിൽ JDU ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് JDUവിന്റെ അവകാശവാദത്തെ ഒരുപക്ഷെ റെയിൽവേയോ അല്ലെങ്കിൽ കൃഷിയോ നൽകിയായിരിക്കും ഇനി അത് പ്രതിനിധീകരിക്കുക. ഒപ്പം മറ്റ് TDP അടക്കമുള്ള ഘടകകക്ഷികൾ ചോദിച്ചിരിക്കുന്ന TDPക്ക് IT അടക്കം നഗരകാര്യ വികസനം അടക്കമുള്ള ഈ നഗരകാര്യ വികസനം ഇപ്പോൾ TDPയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവരുടെ തലസ്ഥാനം രൂപീകരിക്കുന്നതിന് അടക്കം, അമരാവതിയിൽ തലസ്ഥാനം രൂപീകരിക്കുന്നതിന് അടക്കം അതൊരു വലിയ നേട്ടമായി അവർക്ക് മാറും. അതുകൊണ്ട് ആ വകുപ്പ് ലഭിക്കണമെന്നുള്ളൊരു താല്പര്യം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഹർദീപ് സിംഗ് പുരി നേരത്തെ ഈ വകുപ്പ്
കൈകാര്യം ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം പെട്രോളിയം വകുപ്പിലേക്ക് മാറി. ഹർദീപ് സിംഗ് പുരിയും ഈ ചുമതലയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹവും ഇത്തവണ ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പരിചയസമ്പന്നരായിട്ടുള്ളവരുണ്ട്, കൂടാതെ പുതുമുഖങ്ങളുണ്ട്. ഇവരെയെല്ലാം ഒത്തുചേർത്തുകൊണ്ട് വളരെ വേഗത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം എന്നതാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്ഥിരീകരിച്ച് നൽകാവുന്ന വിവരങ്ങൾ എന്നത് എന്തൊക്കെയാണ് എന്നതാണ് RK വിശദീകരിച്ചത്.